അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മക്കളെ, നമ്മൾ 8ാം ക്ലാസ്സിലെ ദുറൂസിൽ 5ാമത്തെ പാഠം ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി. സാധ്യമെങ്കിൽ ഖുർആനിലെ ഒരു സൂറത്ത് പോലത്തെ സൂറത്ത് കൊണ്ടുവായോ. ഒരു സൂറത്തല്ല, ഖുർആനിലെ ഒരു സൂറത്ത് പോലത്തെ സൂറത്ത് കൊണ്ടുവരണം. ഖുർആനിന് അക്ഷരങ്ങൾക്കർത്ഥമുണ്ട്, അക്ഷരങ്ങളുടെ എണ്ണങ്ങൾക്കർത്ഥമുണ്ട്. പിന്നെ ഖുർആൻ അറിവിന്റെ ഒരു ആഴ്ക്കടലാണ്. അപ്പൊ ഖുർആൻ ഒരു സൂറത്ത് പോലത്തെ ഒരു സൂറത്ത് കൊണ്ടുവരണം. സാഹിത്യകാരന്മാർ, അത് സാഹിത്യമുള്ളവർ അത് തീരുമാനിക്കണം കേട്ടോ. എന്തെങ്കിലും അലവരാതി കൊണ്ടത് ഖുർആൻ കൊണ്ടുവന്ന കാര്യം ഉണ്ടാവില്ല. ഖുർആനെ പോലത്തെ ഒരു സൂറത്ത് കൊണ്ടുപോയോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം ആരംഭിച്ചപ്പോൾ ശത്രുക്കൾ യോഗം ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നതിനെ കുറിച്ചായിരുന്നു ചർച്ച. ആളുകൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, അവിടുത്തെ കൂടെ കൂടുന്നു. ശത്രുക്കൾക്ക് വലിയ തലവേദനയാകുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചാൽ അവരെ പിന്തിരിപ്പിക്കാൻ എന്താണ് വഴി? മുഹമ്മദിനെ കുറിച്ച് എന്ത് പറയും? ചർച്ച അതാണ്. പല ചർച്ചകളും നടന്നു. എന്ത് പറയും മുഹമ്മദിനെ കുറിച്ച് ജനങ്ങളോട്? ചിലർ പറഞ്ഞു ഒരു ജ്യോത്സ്യനാണെന്ന് പറയാം. കാര്യങ്ങൾ കണക്ക് കൂട്ടി എഴുതിക്കുത്തി പറയുന്ന ഒരു ജ്യോത്സ്യൻ, കണക്ക് നോക്കുന്നവനാണെന്ന് പറയാം. ഇത് കേട്ട വലീദ് പറഞ്ഞു. ആ ചർച്ചയിലെ വലിയ ഒരു നേതാവായിരുന്നു വലീദ്. വലീദ് പറഞ്ഞു, പറ്റില്ല, അല്ലാഹുവാണ് സത്യം, ജ്യോത്സ്യനല്ല. ജ്യോത്സ്യന്മാരെ നാം കണ്ടിട്ടുണ്ട്. മുഹമ്മദിന്റെ വാക്കുകൾ ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങളല്ല. മുഹമ്മദ് പറയുന്ന കാര്യം ജ്യോത്സ്യന്മാര് പറയുന്നത് പോലെ ഒരു പ്രവചനങ്ങളല്ല, അത് യഥാർത്ഥ സംഭവങ്ങളാണ്. അള്ളാഹുവിനെ കുറിച്ചാണെങ്കിലും മഹ്ശറിനെ കുറിച്ചാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും മുഹമ്മദ് പറയുന്ന കാര്യം ജ്യോത്സ്യന്മാര് പറയും പോലെയല്ല. അതുകൊണ്ട് ജ്യോത്സ്യനാണെന്ന് വിശേഷിപ്പിച്ചാൽ ജനങ്ങൾ സ്വീകരിക്കില്ല. മറ്റു ചിലർ പറഞ്ഞു നമുക്ക് ഭ്രാന്തനാണെന്ന് പറയാം. അവിടെയും നേതാവ് വലീദ് ഇടപെട്ടു. വലീദ് പറഞ്ഞു, ഭ്രാന്തനല്ല, ഭ്രാന്തന്മാരെ നമുക്കറിയാം. അവരുടെ ഭ്രാന്തമായ സംസാരങ്ങളോ ചേഷ്ടകളോ ബാധകളോ മുഹമ്മദിനില്ലല്ലോ. ഒരാൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംസാരിച്ച് അവന്റെ മനം മാറി പുറത്തേക്ക് വരുമ്പോ ശത്രുക്കൾ പോയി ചെറിക്കങ്ങോട്ട് പോയി, ഞാൻ മുഹമ്മദിനെ കാണാൻ, ഓന് ഭ്രാന്തല്ലേ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ പറയും, ഭ്രാന്തൻ എനിക്കറിയാം, മുഹമ്മദിന് ഭ്രാന്തില്ല. എന്തുകൊണ്ട്? ഭ്രാന്തന്മാരെ പോലുള്ള പ്രവർത്തനമില്ല, വാക്കുകളില്ല, അക്രമ സ്വഭാവങ്ങളില്ലല്ലോ. അപ്പൊ അത് നടക്കൂല. അതാ നേതാവ്. ചർച്ചയിൽ നേതൃത്വം വഹിക്കുന്ന ആള് സത്യം തനിക്ക് ഭാഗമാണെങ്കിലും തനിക്ക് ഭാഗമല്ലെങ്കിലും സത്യം പറയാൻ പഠിക്കണം. അപ്പോൾ ഈ സത്യം പറഞ്ഞു, പറ്റില്ല, വല്ലാഹി പറ്റില്ല, മുഹമ്മദിനെ പറ്റി ഭ്രാന്തനെന്ന് പറയാൻ പറ്റില്ല, ജനങ്ങൾ അംഗീകരിക്കൂലോ. അല്ലാ. അപ്പൊ ചർച്ച പിന്നെയും വന്നു. എങ്കിലൊരു കവിയാണെന്ന് പറയാം, ഒരു പാട്ടുകാരനാണെന്ന് പറയാം. പാട്ടുകാരെങ്ങനെയാണ്? പാട്ടുപാടി ജനങ്ങളെ വശീകരിക്കുന്ന ആയിരക്കണക്കിന് പാട്ടുകാരുണ്ടായിരുന്നു. ഇപ്പോഴുമുണ്ട്. ഞാൻ ആരെയും പേരൊന്നും പറയുന്നില്ല. അവരെ പാട്ട് കേട്ട് മാത്രം ആനന്ദെന്നും അവരെ സ്നേഹിക്കുന്നു, അവരംഗീകരിക്കുന്നു, അവര് പറയും പോലെ ചെയ്യുന്നു, അവര് മുടി വെട്ടും പോലെ വെട്ടുന്നു, അവർ ഡ്രസ്സ് ധരിക്കും പോലെ ധരിക്കുന്നു. പാട്ടുകാരൻ അനുഗമിക്കൂ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പാട്ടുകാരൻ എന്ന് പറയാം. വലീദ് പറഞ്ഞു, കവിയല്ലല്ലോ. മുഹമ്മദ് കവിയാ? എവിടെയെങ്കിലും പാട്ട് കാണാൻ പോയിക്കണോ? ഇല്ലല്ലോ. പാട്ട് പാടുന്ന ആളെ പറ്റല്ലേ പാട്ടുകാരൻ എന്ന് പറയാൻ പറ്റുള്ളൂ. മുഹമ്മദ് ഭാഷണം കഴിക്കുന്നത് വലീദ് വെച്ചു. അപ്പൊ അതും ശരി, അതും പറയാൻ പറ്റില്ല. ജനങ്ങളെ വശീകരിക്കുന്ന പാട്ടുകാരനല്ല. എങ്കിൽ മാരണക്കാരനാണെന്ന് പറയാം. കൂടോത്രം ചെയ്യുന്ന ആള് സിഹർ ഒക്കെ പറയും നമ്മൾ. സിഹർ ചെയ്യുന്ന ആളാന്ന് പറഞ്ഞൂടെ? സിഹർ സത്യമാണ്. നമ്മളെ വിഷയം ദുരൂസായത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. മാരണം ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാൽ പോരെ? വലീദ് പറഞ്ഞു, പോട്ടന്മാരെ, വലീദ് പറഞ്ഞു
പ്രതിവചിച്ചു. മാരണക്കാരനല്ല. മാരണക്കാരെ നാം കണ്ടിട്ടുണ്ട്. അവരുടെ കെട്ടുകളോ ഊത്തുകളോ മുഹമ്മദ് പ്രയോഗിക്കുന്നില്ല. ഒരാള് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി ചെന്നാല് അവിടെ ചെല്ലുമ്പോ ഓനെ ഊതുന്നില്ല, അവന് നൂല് കെട്ടിക്കൊടുക്കുന്നില്ല. മാരണക്കാർ അവരെ മാരണം ജനങ്ങൾക്ക് ഏൽപ്പിക്കൽ ഊത്തുകൊണ്ടാണ്, കെട്ടുകൊണ്ടാണ്. അവരെ കയ്യിൽ നൂലുകളുണ്ടാകും. ആ നൂലുകളിനെ ജപിച്ചുകൊണ്ട് ഓരോ കെട്ട് കെട്ടും. ആ കെട്ട് 1 കെട്ട് 2 കെട്ട് 11 കെട്ട് 21 കെട്ട് 33 കെട്ടിൽ കെട്ടുകൾ എണ്ണമുണ്ടാകും. അതുപോലെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഊതുകയും ചെയ്യും. ഇതൊക്കെയാണ് സിഹിർ, മാരണം, കൊടുക്കുന്നതൊക്കെ പറഞ്ഞത്. ഇത് ഒരാൾക്കും മുഹമ്മദ് ഇന്ന് വരെ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് മുഹമ്മദിനെ കുറിച്ച് മാരണക്കാരനാണെന്ന് പറഞ്ഞുകൂടാ, സാഹിർ എന്ന് പറഞ്ഞുകൂടാ. അപ്പൊ പിന്നെന്താവും? സദസ്സലകൂല, ഞങ്ങളൊന്നും പറ്റൂല, ഞങ്ങളൊന്നും നജ്ജെന്ന് പറഞ്ഞോ. അവർ ചോദിച്ചു, പിന്നെ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? വലീദ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ആ വചനങ്ങൾക്ക് മുഹമ്മദ് പാരായണം ചെയ്ത ഖുർആനാണ് പറഞ്ഞത്. മുഹമ്മദിന്റെ ആ വചനങ്ങൾക്ക് വല്ലാത്ത ചാതുര്യവുമുണ്ട്. അതിന്റെ അടിഭാഗം ഫലപുഷ്ടവും മുകൾ ഭാഗം കായികനികൾ നിറഞ്ഞതുമാണ്. അത് മികച്ചു നിൽക്കും. അതിനെ അതിജയിക്കാൻ മറ്റൊന്നിനും കഴിയില്ല. തീർച്ച അതിന്റെ കീഴിലുള്ളതിനെയെല്ലാം അത് ചവിട്ടി അരക്കും. എന്നിട്ടോ നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് നിരർത്ഥകമാണെന്ന് തെളിയും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ബുദ്ധിയുള്ളവനോട് നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് കളവ് പറഞ്ഞാലും അത് ഒരിക്കലും വിജയിക്കാൻ പോകുന്ന കാര്യമല്ല. അത് അവർ അംഗീകരിക്കുന്ന നിരർത്ഥകമാണ്. പിതാവിനും മക്കൾക്കും ഇടയിലും ജ്യേഷ്ഠനും അനുജനുമിടയിലും തീർപ്പുണ്ടാക്കുവാൻ വന്ന ജാലവിദ്യാക്കാരനാണ് പറയുന്നതാണ് തൽക്കാലം നല്ലത്. പതിത് പറയാൻ എനിക്കും അറിയാം സത്യം, നോക്കൂ ഒരേ സത്യം. മുഹമ്മദിന്റെ വാദവും അഭിപ്രായമൊക്കെ ശരിയാണ്. ഈ ഒരുപാട് ദൈവങ്ങൾ ആരാധിക്കുന്നതിനേക്കാൾ ഏക ഇലാഹിനെയാണ് ആരാധിക്കേണ്ടത്. നമ്മുടെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നില്ല, ഒരു ശേഷം ഒക്കെ ശരിയാണ്. നമ്മുടെ അഹങ്കാരം അംഗീകരിക്കാൻ സമ്മതിക്കുന്നില്ല. അഹങ്കാരം. അപ്പൊ നമുക്ക് എന്തേ ഉള്ളൂ? താൽക്കാലം ജനങ്ങളെ മുമ്പിൽ പിടിച്ചിക്കാൻ വേണ്ടിയിട്ട് ഇമ്മാനും ബാപ്പാനെയും മക്കളെയും കുട്ടികളെയും ഇക്കാക്കാരി അന്യന്മാരൊക്കെ തെറ്റിക്കാൻ വന്ന ഒരു മജീഷ്യനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാ. അതൊരു അഭിപ്രായം തന്നെ കേട്ടോ. മാജിക്കാന്ന് പറഞ്ഞാല് കുറെയൊക്കെ പിടിച്ചിക്കാൻ പറ്റും. മറ്റു മാജിക്കന്മാർക്ക് ചിലപ്പോൾ തന്നെ നമ്മളെ പോലെ തന്നെയല്ലേ മജീഷ്യന്മാര് വരിക. മാജിക്കാർക്കാൻ വരുന്ന ആൾക്കാര് കുറെ നൂലും കെട്ടുകൊണ്ടിട്ട് വരിക. ഒരായിരം വായിച്ചുണ്ടാകും. അതല്ലാണ്ട് മാജിക്ക് അറിയുന്ന ആൾക്ക് മാജിക്ക് നടത്താൻ ഒന്നും വേണ്ട. അപ്പൊ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മജീഷ്യനാണ് എന്ന് പറഞ്ഞാൽ മതി. വലിയത് കണ്ടെത്തി തീരുമാനിച്ചു, പ്രചരിപ്പിച്ചു. ഞാരെങ്കിലും പോയി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു, അന്വേഷിച്ചു. അദ്ദേഹം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചിട്ട് പുറത്തിറങ്ങി. അപ്പോഴാണ് ഖുറൈശികളെ മുശ്രിക്കുകളെ ഉത്തരിക്കേണ്ടി ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോയി. അവരെന്തേ? അയാൾ പറഞ്ഞ കാര്യം സത്യമല്ലേ? ഈ കുറെ കല്ലും മണ്ണും മണ്ണൊക്കെ പാടെങ്ങനെ ദൈവമാണെന്നുണ്ട് എന്താ കാര്യോ? ഓഹോ, അന്ന മുഹമ്മദ് മാജിക്ക് കാട്ടി പറ്റിച്ചൂലേ? മാജിക്കോ? അങ്ങനെ എന്തെല്ലാം മാജിക്കാരെന്തെല്ലാം മാജിക്കുകൾ കാണിക്കുന്നുണ്ടോ? മുഹമ്മദ് ഒരു മജീഷ്യനാ. മാജിക്കാരന് കണ്ടാ തോന്നും സത്യാണ് കേട്ടോ. കണ്ടോ 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 കണ്ടോ, മനം മാറ്റാൻ കഴിയും ഈ വർത്താനം കൊണ്ട്. ഈമാനില്ലാത്തോളം മനം മാറും. അള്ളാഹുവിന്റെ റസൂല് മാജിക്കാരനൊന്നല്ല, പക്ഷെ പറഞ്ഞു പറ്റിക്കാൻ പറ്റും. ലോകം തീരുമാനിച്ചു, അങ്ങനെയായി. പിന്നെ ഈ പറഞ്ഞ അത് മാജിക്കാരന്, മുഹമ്മദ് അത് മാജിക്കാരന്, അത് മാജിക്കാരന്. നമുക്ക് സമയം ഉണ്ടാവില്ല, നമുക്ക് ചെറിയ സമയം. യൂട്യൂബല്ലേ, നമ്മൾ മദ്രസ ക്ലാസ് അല്ലല്ലോ. രണ്ടാമത്തെ മകനാണ് സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുനയിപ്പിക്കാൻ ചെന്നതായിരുന്നു. വേറെ കഥ പറയാൻ അല്ലല്ലോ. അപ്പൊ ഒരാള്
ഒരു കാര്യത്തിന് എങ്ങനെ പിന്മാറൂല. കുറെ വിഷയപ്പെടുത്തി നോക്കി. അപ്പൊ ഒരാളെ ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞാൽ ചെയ്യും. മൂപ്പര് ഷോപ്പിങ്ങിനെ വർത്താൻ എടുക്കുന്നു. അങ്ങനെ ഉണ്ടാവും. കഥ പറയാനല്ല മക്കളെ, അങ്ങനെ ഉണ്ടാവും. ഈ ഷോപ്പിങ്ങിലൂടെ ആളെ പറഞ്ഞുകാണ്ട് അത് തരാ ഇത് തരാന്നൊക്കെ പറഞ്ഞുകാണ്ട് എന്ത് ചെയ്യാ, പിൻവലിപ്പിച്ചാലോ. അങ്ങനെ ചെന്ന് രഹസ്യമായിട്ട് ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുനയിപ്പിക്കാൻ ചെന്നതായിരുന്നു. എന്നിട്ട് നല്ല ചോദിച്ചു, മുഹമ്മദേ, സമ്പത്തോ നേതൃത്വമോ സ്ത്രീയോ എന്ത് വേണമെങ്കിലും നൽകാം. അല്ല മോനെ, നിനക്ക് രോഗമാണെങ്കിൽ ചികിത്സിക്കാം എന്നീ നിർദ്ദേശങ്ങളുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഫുസ്സിലത്തിലെ ആദ്യ സൂക്തങ്ങൾ ഓതിക്കൊടുത്തു. എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞാണ്ട് സോപ്പിട്ടിട്ട് മയക്കിയിട്ട് പിന്തിരിപ്പിക്കാം എന്ന് തീരുമാനിച്ചതാ വളരെ വെച്ചത. എന്നിട്ട് രഹസ്യമായി, മോന് നേതൃത്വം വേണോ, മക്കന്റെ രാജാവാകണോ, ഞാൻ പറഞ്ഞതാക്കി തരും. മോന് നാട്ടിലെ സുന്ദരികളായ പെണ്ണ് വേണോ, ഞാൻ ഒപ്പിച്ചു തരാം. അല്ല മോനെ, ഒരുപാട് സമ്പത്തിന് വേണ്ടിയാണോ ഈ പ്രവർത്തനം, സമ്പത്ത് തരാം, ഒന്ന് മാറുമോ. ഒരു മനുഷ്യൻ എന്തിനാ ജീവിക്കണേ? കുറെ സമ്പത്തുണ്ടാക്കാണ്. അതിനല്ലേ ഉറക്കൊഴിക്കണം ബഹുഭൂരിപക്ഷ ആളുകളും. അതിനല്ലേ സമ്പാദിക്കാൻ വേണ്ടി വയറിന് വേണ്ടി എന്തിനാണ് അങ്ങനെ കഷ്ടപ്പെടുന്നത്? പക്ഷികളൊക്കെ നേരം വിളിക്കുമ്പോൾ കൈകൊടുത്ത് ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ കുറെ കഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കണം. വയറ് കഴിക്കാൻ ഒന്നും വേണ്ട. 10 സെന്റ് സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമുക്ക് എന്ത് ചെയ്യാം, നമ്മള് വയറ് കഴിക്കൂ കേട്ടോ. കൊസി ഉണ്ടാവൂലെന്നേ ഉള്ളൂ. അച്ഛനൊക്കെ വാങ്ങിയിട്ട് കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ചിറങ്ങേണ്ടി വരും. അപ്പൊ സമ്പത്ത് ഉദ്ദേശമാണോ പറയുവാന്? അല്ല, നേതൃത്വം ഇതിനാണ് കഷ്ടപ്പെടുന്നത്, നേതാവാകാൻ. അതിന്റെ ആൾക്കാർ കഷ്ടപ്പെടുന്നത് നേതാവാകാൻ വേണ്ടിയിട്ട്. പിന്നെന്തിനാ? ശാരീരിക സുഖം. അതിനന്ത് നല്ല ചൊരുക്കുള്ള പെണ്ണുങ്ങളെ നിർത്തുന്റെ കുട്ടി നിർത്തുമോനെ. അവിടുന്ന് അതങ്ങ് പറഞ്ഞപ്പോ മറുപടി ഒന്നും പറയാനില്ല. ഞാൻ മുമ്പിൽ വെച്ചപ്പോ ശറഫുൽ ഖൽഖ് വഴങ്ങിയില്ല, അതിൽ അന്വയിച്ചില്ല. അവിടുന്ന് വിശുദ്ധ ഖുർആൻ ഓതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹമീം തൻസീലുൻ മിനർ റഹ്മാനിർ റഹീം كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون وقالوا قلوبنا في أكنة مما تدعونا إليه وفي آذاننا وقر ومن بيننا وبينك حجاب فاعمل إنا عاملون. സൂറത്തുൽ ഫുസ്സിലത്തിലെ ആദ്യ 5 വചനങ്ങൾ ഓതിക്കൊടുത്തു. ആശയം ഞാൻ പറയട്ടെ. ഹമീം അല്ലാഹു അഅലം ബിമുറാദി തൻസീലുൻ മിനർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അല്ലാഹ് ഇറക്കിയതാണ് ഈ പരിശുദ്ധ ഖുർആൻ. കിതാബുൻ ഫുസ്സിലത്ത് ആയാത്തുഹു, അതിന്റെ ഓരോ ആയത്തുകളും വിശദീകരിക്കപ്പെട്ടതാണ്, വ്യക്തമാണ്, സംശയമില്ലാത്തതാണ്. ഖുർആനൻ ഓതപ്പെടുന്നതാണ്, അറബിയാണ്. ലിഖൗമി യഅലമൂൻ, അറിവിനെ തേടുന്ന ജ്ഞാനമുള്ളവർക്കുള്ള കിതാബാണിത്. അറിവിന് ആഗ്രഹമുള്ളവർക്ക്, അറിവാണ് നഷ്ടപ്പെട്ട സമ്പത്ത്, അറിവ് ആഗ്രഹമുള്ളവർക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധ അല്ലാഹുവിന്റെ വചനങ്ങളാണ് ഖുർആൻ. എന്തെങ്കിലുള്ളത് ബശീറൻ വനദീറാ, നല്ലതുപോലെ ജീവിച്ചാൽ സുവിശേഷമുണ്ട്, സന്തോഷമുണ്ട്. വനദീറാ, അല്ലാഹു ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചാൽ ഖുർആൻ അത് ശിക്ഷ കൊണ്ട് മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്, ഭയപ്പെടുത്തി അറിയിക്കുന്നുമുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും തിരിഞ്ഞു കളഞ്ഞു. അവർ കേൾക്കാൻ തയ്യാറാകാത്തവരാണ്. ചെവി കൊണ്ടും കേൾക്കാൻ തയ്യാറാകൂല, അനുസരിക്കാനും തയ്യാറാകൂല. ബഹുഭൂരിപക്ഷം അങ്ങനെയാണ്. ചിലർ ഖുർആൻ ചെവി കൊണ്ട് മനസ്സുകൊണ്ട് കേൾക്കൂല, അനുസരിക്കാൻ തയ്യാറാകൂല. അങ്ങനെയല്ലേ ഖുർആന്റെ അവസ്ഥയുള്ളത്. ശുദ്ധ ഖുർആൻ വിഷയം ഞാൻ മാറ്റുന്നില്ല. അല്ലാഹു പറയാണ്, ബഹുഭൂരിപക്ഷവും തിരിഞ്ഞു കളയുന്നു, അവർ കേൾക്കാൻ തയ്യാറാകില്ല. ഞങ്ങളെ ചെവി, ഞങ്ങളുടെ ഹൃദയം ഈ പറയുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ മറയാക്കപ്പെട്ടിട്ടുണ്ട്
ഈ പറയുന്ന ഹൃദയത്തിൽ ഇറങ്ങിപ്പോകൂല മുഹമ്മദ് എന്നോട് പറയും. ഞങ്ങളുടെ ചെവിയിലൊക്കെ ചെപ്പി നിറഞ്ഞിട്ടുണ്ട്, ചെവിയൊക്കെ അടഞ്ഞിട്ടുണ്ട്, ഒന്നും ഞങ്ങളുടെ ചെവി കേൾക്കൂല, ഞങ്ങൾക്കും നിനക്കും ഇടയിൽ മറയുണ്ട് കേട്ടോ. അതുകൊണ്ട് നീ പൊട്ടതൊക്കെ ചെയ്ത മുഹമ്മദ്, ഞങ്ങൾക്ക് പൊട്ടതൊക്കെ ചെയ്തോളാം എന്ന് പറയുകയല്ലാണ്ട് അവര് സ്വീകരിക്കാൻ തയ്യാറാകൂല. സത്യം അറിയുന്നവർക്ക് മാത്രമേ, സത്യം അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ഈ ഖുർആൻ കൊണ്ട് ഫലമുള്ളൂ. അനുനയിപ്പിക്കാവുന്ന റബിയോടവാന്റെ റസൂലിയായത്തിൽ ഓതിക്കൊടുത്തപ്പോ അത് ശ്രദ്ധിച്ചു കേട്ടു. ഖുർആൻ എങ്ങനെയാണ് ധിക്കാരിക്കും, ഖുർആൻ കേട്ടാൽ മനം മാറ്റം വരും. ഒരുപാട് ശ്രദ്ധിച്ചു കേട്ടു. അവൻ കേൾക്കാൻ സമയം കൊടുത്തു. ഓടിയ പണീറ്റ് ഓടിയില്ല, ധിക്കാരം പറഞ്ഞില്ല. എന്ന് മധുരമുള്ള സംസാരത്തിൽ ആ ശൈലിയിൽ ഓടിക്കൊടുത്തപ്പോൾ കേട്ടിരുന്നു. ഓടിക്കഴിഞ്ഞപ്പോ ശ്രദ്ധിച്ചു കേട്ട ശേഷം ഖുറൈശികളിലേക്ക് ഇറങ്ങി വന്നു. ഖുറൈശികൾ കാത്തിരിക്കുകയാണ്, മുഹമ്മദിനെ പറ്റിച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ പ്രസ്താവിച്ചു. എന്താ പ്രസ്താവന? ഞാൻ ഒരു വചനം കേട്ടു, അതിന് തുല്യമായ ഒരു വചനവും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അല്ലാഹുവാണ് സത്യം. ഇത് കവിതയല്ല, ഇത് മരണമല്ല, ഇത് രഹസ്യമല്ല. ഖുറൈശി സമൂഹമേ, എന്നെ അനുസരിക്കൂ. ആ മനുഷ്യനെയും അദ്ദേഹത്തിന്റെ വാദത്തെയും വെറുതെ വിടൂ. അല്ലാഹുവാണ് സത്യം. ഞാൻ കേട്ട ഈ വചനത്തിന് മഹോന്നതമായ ഒരു വൃത്താന്തമുണ്ട്. അറബിയ അവന്റെ ആ വചനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മതി, മറ്റൊന്നിന്റെ ആവശ്യമില്ല. അതല്ല, അവൻ അറബിയയിൽ അതിജയിക്കുകയാണെങ്കിൽ അവന്റെ അധികാരമായിരിക്കും നിങ്ങളുടെ അധികാരം. അവന്റെ അന്തസ്സായിരിക്കും നിങ്ങളുടെ അന്തസ്. നിങ്ങൾ അവൻ മുഖേന ജനങ്ങളിൽ ഏറ്റവും ഭാഗ്യവാന്മാരായിത്തീരും. ഇതങ്ങോട്ട് പറഞ്ഞു ശരിയാ പറയാം, അല്ലാത്തല്ലേ പറഞ്ഞ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഓടിക്ക് ആണ്ട് വിളിച്ചില്ലേ, അബുൽ വലീദ്, സുഖത്തിന്റെ വേറെ ഓമനപ്പേര, അബുൽ വലീദ്, അവൻ അവന്റെ നാവ് കൊണ്ട് നിന്നെ സിഹ്ർ ചെയ്തിരിക്കുന്നു. അനുനയിപ്പിക്കാൻ പോലെ അന്നെ ഓന്റെ മുമ്പ് കിട്ടിയപ്പോ അന്നോ മാനവം ചെയ്തിരിക്കണേ അബുൽ വലീദേ. ഇതും സീർപ്പെട്ടല്ലോ മോനെ തന്തപ്പുടിയെ, നീയും സീർപ്പെട്ടല്ലോ. അവന്റെ നാവ് കൊണ്ട് നിന്നെ സീർ ചെയ്തിരിക്കുന്നു. ഇത്ബത്ത് പറഞ്ഞു, അവനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായമാണിത്. ഇത് നിങ്ങൾക്ക് തോന്നിയ ഇത് പറയാൻ, അവനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായമാണിത്. നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് ചെയ്യാം. അബുൽ വലീദ് അവിടെ പോയത് അനുനയിപ്പിക്കാനാണ്. ഖുർആൻ കേട്ടപ്പോ അബുൽ വലീദ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചു, മനസ്സിലാക്കി, ഖുർആനെ മനസ്സിലാക്കി. ഞാൻ എന്റെ അഭിപ്രായം ഇവിടെ പറഞ്ഞു, നിങ്ങൾക്ക് തോന്നിയത് പോലെ നിങ്ങൾ ചെയ്തോളൂ ചങ്ങായിമാരെ. അല്ലാഹുവേ ഹിദായത്ത് അല്ലാഹു കൊടുക്കണ്ടേ. അതേ മൂന്നാമത്തെ ഭാഗം മക്കളെ ശ്രദ്ധിച്ചോ. അതേ ഖുർആൻ കവിതയല്ല, മാരണമല്ല, ഭാവനാ വിലാസങ്ങളല്ല. ഖുർആൻ കവിതയല്ല, പാട്ടല്ല, മാരണമല്ല, ഭാവനാ വിലാസങ്ങളല്ല. ചില ആളുകളുണ്ടാവും ഇങ്ങനെ ഓരോ മനസ്സിൽ ഇങ്ങനെ തോന്നിയത് ഇങ്ങനെ എഴുതിണ്ടാക്കും. അത് കുറച്ച് വായിച്ചാൽ പിന്നെ ബാക്കി കേൾക്കാൻ പോകുക നടക്കാൻ പോകുന്നില്ല. നമ്മളെ പല ഹുജറത്തുണ്ട്, യൂട്യൂബിലൊക്കെ കാണാം പരസ്യങ്ങൾ. ഇല്ലേ, ഓരങ്ങനെ ഇങ്ങനെ പറയും, ഓരോ മനസ്സിൽ എങ്ങനെ പറയും. അത് കേട്ടിരിക്കാനുള്ള രസ. അങ്ങനെ ഭാവന വിലാസങ്ങളല്ല, പിന്നെയോ ജ്യോത്സ്യ വചനമല്ല, മിഥ്യാപ്രഭമല്ല, കൈശാലിക വെളിപ്പാടുകളല്ല, പിന്നെ കൂപ്പിയടിച്ചതല്ല, പിന്നെയോ സവർഗതമല്ല, പിന്നെ
പ്രത്യുത്തി അള്ളാഹുവിന്റെ വചനമാകുന്നു. നമുക്ക് മലയാളം അറിയില്ല, മലയാളമാണ് ഈ പറഞ്ഞതൊക്കെ. എന്തായാലും പരിശുദ്ധ ഖുർആൻ പാട്ടുകാരന്റെ കവിതയല്ല, മാരണമല്ല, നോവൽ എന്നാളുടെ മനസ്സിൽ കൂടി വന്നുണ്ടാക്കിയതല്ല, ജ്യോത്സ്യന്മാര് പറഞ്ഞ കാര്യങ്ങളല്ല, അതിലോരോ പച്ചക്കള്ളം കെട്ടുണ്ടാക്കിയതല്ല, അതുപോലെ പൈശാചി വെളിപ്പാടുകളല്ല. പിശാചിനെ സേവിച്ചാല് പിശാചി കുറെ കാര്യങ്ങളൊക്കെ ഓരോ അറിവുകളിലൊക്കെ മനുഷ്യന്മാർക്ക് മറിഞ്ഞതിരിക്കാരം, പിശാചിനെ വെളിവായതിരിക്കാരം അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പൈശാചി വെളിപ്പാടുകള് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. യാസീൻ അള്ളാഹുവിന്റെ പ്രത്യക്ഷനായ അള്ളാഹുവിന്റെ വചനമാണ് പരിശുദ്ധ ഖുർആൻ. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. സൂറത്ത് യാസീൻ. അതിനകത്തേക്കുള്ളത് യാസീൻ. സത്യസമ്പൂർണമായ ഖുർആൻ സാക്ഷി. വൽ ഖുർആനുൽ ഹകീം സത്യസമ്പൂർണമായ ഖുർആൻ സാക്ഷി. ഇന്നക ലമിനൽ മുർസലീൻ തീർച്ചയായും അങ്ങ് മുർസലുകളിൽപ്പെട്ടവരാണ്. അലാ സിറാത്തിൻ മുസ്തഖീം നേർമാർഗത്തിലുമാണ്. തൻസീലൽ അസീസിർ റഹീം ഈ ഖുർആൻ പ്രതാപിയും കാരുണ്യവാനുമായ അല്ലാഹു അവതരിപ്പിച്ചതുമാണ്. തുടർന്ന് ഖുർആൻ സംശയമുണ്ടെങ്കിൽ അതിൽ ഒരു സൂറത്തിന് തുല്യമായത് കൊണ്ടുവരാൻ അല്ലാഹു തആല വെല്ലുവിളിച്ചു. ഖുർആനിൽ സംശയമുണ്ടെങ്കിൽ അതിനോട് തുല്യമായ ഒരു സൂറത്ത് കൊണ്ടുവരാൻ അല്ലാഹു വെല്ലുവിളിച്ചു. അതാണ് വെല്ലുവിളി പറഞ്ഞത്. وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولم تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. ഖുർആനിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, നമ്മുടെ അടിമക്ക് നാം ഇറക്കിയ ഖുർആൻ അതിൽ സംശയമുണ്ടെങ്കിൽ അതിൽ പോലത്തെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരിക, അധ്യായം കൊണ്ടുവരിക. നിങ്ങൾക്ക് സാക്ഷികളാകാൻ പറ്റിയവരൊക്കെ നിങ്ങൾ വിളിച്ചോ, അള്ളയല്ലാത്ത ആരെയും വിളിച്ചോ. നിങ്ങൾ പറയുന്ന വാദത്തിൽ ഖുർആൻ നമുക്ക് നിർമ്മിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ വാക്കിൽ സത്യം പറയുന്നവരാണെങ്കിൽ അള്ളയല്ലാത്ത വിളിക്കേണ്ട ആരെയും വിളിച്ചോ. എന്നിട്ട് ഖുർആനിനോട് കടപിടിക്കുന്ന ഖുർആനിലേതുപോലത്തെ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരണം. അല്ല, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അല്ല പറയുന്നു സാധ്യമല്ല. ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സാധ്യമല്ല. മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കപ്പെടുന്ന നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. സത്യം വെളിപ്പെട്ടിട്ടും വികാരപരമായി നിഷേധിച്ചവർക്കാണ് ആ നരകം തയ്യാറാക്കപ്പെട്ടത്. നരകമാണ് ഭയപ്പെടേണ്ടത്. നരകമെന്ന് കേൾക്കുമ്പോ മനസ്സിൽ ഭയം വേണം. നരകത്തിലുള്ള കല്ലുകൂടി കത്തിക്കുന്നുണ്ട്. എന്തിനാണത്? കല്ലുകൂടി കത്തുമ്പോൾ നരകത്തിന്റെ ചൂട് കൂടാനാ. കല്ല് പാപിയായിട്ടല്ല. പണ്ഡിതന്മാര് പറയുന്നു കല്ലുകൂടി ചൂടാകുമ്പോ നരകത്തിന്റെ ചൂട് കൂടുമല്ലോ, അതിനാണ് പോലും. അല്ലാഹു കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ അല്ലാഹ് കൊണ്ടുപോയില്ലേ. എന്റെ പറ്റി വലിയ പാടല്ലേ. അല്ലാഹ് ഈ വെല്ലുവിളിക്ക് മറുപടി പറയാൻ ആർക്കും കഴിയില്ല. നമ്മളെ ജമലിനോട് ജയിച്ചാൽ മതി മക്കളെ. ഖുർആന്റെ വിശേഷങ്ങളൊക്കെ ജമീലിന്റെ കുത്തുബായിട്ടല്ല, ജമീൽ ഒരുപാട് അത്ഭുതങ്ങൾ പറഞ്ഞു തരും. കാരണം നമ്മളെത്തിപ്പെടാത്ത പല കാര്യങ്ങളും എത്തിപ്പെടാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് ജമനി AI. അപ്പൊ അതുകൊണ്ട് ചോദിച്ച ഓരോ സൂറത്തിനെ പറ്റി ചോദിച്ച ഒരുപാട് മഹത്വങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ മൂപ്പര് പറഞ്ഞു തരും. അല്ലാഹുമ്മ റഹ്മനി ദുആ പറയാം. അല്ലാഹുമ്മ റഹ്മനി ബിൽ ഖുർആൻ വജ്അൽഹു ലി ഇമാമൻ വനൂറൻ വഹുദൻ വറഹ്മാ. അല്ലാഹുമ്മ റഹ്മനി ബിൽ ഖുർആൻ. ഖുർആനിൽ എന്നോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്.
വജ്അൽഹു ലീ ഇമാമൻ വനൂറാ, എന്റെ നേതാവും എന്റെ പ്രകാശവും എന്റെ സന്മാർഗവും എന്റെ റഹ്മത്തും നീ ഖുർആനാക്കണേ അല്ലാഹ്. അദ്ദേഹം നീ കബൂലാക്കണേ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.